സെയ്തിൽ നിന്നാണ്. സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്രം നമ്മളെ പ്രാവശ്യമടുത്താണ്. ഒരു 3 വർഷം 4 മാസം മുമ്പ് ഹെയർ നല്ല തിന്നിങ് ആയിരുന്നു. അപ്പോൾ നമ്മളെ യൂട്യൂബിൽ സത്യേട്ടനിലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സവാരി എന്ന് പറഞ്ഞ ചാനൽ കാണാൻ ഇടയായി. അപ്പോൾ സത്യേനായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ലാഡൻ സിറ്റി എന്നൊരു ക്ലിനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. അതാണ് ഞാൻ ചെയ്തത്. കൊച്ചിയിൽ നിന്നാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. 2700 ഗ്രാഫ്റ്റ് ആയിരുന്നു. അപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 3 വർഷവും 4 മാസം കംപ്ലീറ്റ് ആവുന്നു. അപ്പം ഇതാണ് എൻ്റെ റിസൾട്ട്. ഞാൻ ഇവിടെ PRP എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ലാഡൻ സിറ്റിയും ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എല്ലായിട്ടും പറഞ്ഞിട്ടുള്ളൂ. കാര്യം ഇവിടെ എനിക്ക് 100% ഗ്യാരണ്ടിയാണ്. കാര്യം എൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുമ്പാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മളൊന്നിനും ഫ്രണ്ടിൽ പോയി നിൽക്കില്ല. കാര്യം ഹെയർ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം. ഇപ്പം സർജറി ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പം ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അവിടെ ഫ്രണ്ടിൽ ഞാനേ കാണുള്ളൂ. കാര്യം അതിൻ്റെ കോൺഫിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആ കോൺഫിഡൻറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ലാഡൻ സിറ്റിയാണ് പറയാറുള്ളത്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പം പുറത്ത് പോകാനാണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് EMI അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലാഡൻ സിറ്റി പോവുക, ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യുക, ബാക്കിയുള്ള ഡീറ്റെയിൽ അവർ പറയും. ആദ്യം കൊച്ചിയിലായിരുന്നു അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്, ഇപ്പം കോഴിക്കോടുണ്ട്, ഇപ്പം ദുബായിൽ ഓപ്പൺ ആകാൻ പോകുന്നു. എല്ലായിടത്തും ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അവിടെ ഫോളോ അപ്പ് ആണെങ്കിലും അവരുടെ ടെക്നീഷ്യന്മാരാണെങ്കിലും എല്ലാവരും ലാഡൻ സിറ്റിയുടെ റിസൾട്ടിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്.